ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ പേരിലുള്ള പോലെ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. ഡിജിറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SEO ആണ്. SEOയുടെ ഫുൾ ഫോം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. സോ നമുക്ക് SEO എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഈ കാലത്ത് എല്ലാ ബിസിനസ്സിനും ഒരു വെബ്സൈറ്റ് കാണുമല്ലേ. ആ വെബ്സൈറ്റിലേക്ക് ഓർഗാനിക് മെത്തേഡിൽ നല്ല ക്വാളിറ്റിയുള്ള ട്രാഫിക്ക് കൊണ്ടുവരാനും അതുകൂടാതെ തന്നെ ആ ഒരു വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിൻ്റെ ടോപ്പ് പേജിൽ, അതായത് സെർച്ച് എഞ്ചിൻ്റെ ഫ്രണ്ട് പേജിൽ റാങ്ക് ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെയാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് വഴി ട്രാഫിക് അല്ലെങ്കിൽ യൂസേഴ്സിനെ എത്തിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്ന് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാനും കൂടാതെ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും നിലവിലുള്ള കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്ത് നിർത്താനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്: SEO, SEM, SMM. ഇതുകൂടാതെ വീണ്ടും ഒരുപാട് ഏരിയാസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പ്ലേ സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ, ആപ്പ് സ്റ്റോർ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്. അപ്പം എല്ലാം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത SEO, SEM, SMM ഇതിൻ്റെ എല്ലാം എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള ഒറ്റ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തതായി ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ റവല്യൂഷന് മുമ്പായി ട്രഡീഷണൽ ചാനൽസ് യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റ് ചെയ്തിരുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡിനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ TV, റേഡിയോ, മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം നമുക്ക് ട്രഡീഷണൽ ചാനൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ മാർക്കറ്റേഴ്സ് മെയിൻലി ഈ ഒരു പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടായിരുന്നു അവർ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നത്. അടുത്തതായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തുകൊണ്ട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നൊരു ഉദാഹരണം വഴി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. സപ്പോസ് ഞാനാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലും. അപ്പം എനിക്ക് എൻ്റെ പർട്ടിക്കുലർ കോഴ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള 2 മാർക്കറ്റിംഗ് മെത്തേഡ്സാണ്. ഒന്നാമത്തത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം നമ്മളെല്ലാവരും നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തെന്ന് വെച്ചോളൂ. ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ കൊച്ചിയാണ്. അപ്പം കൊച്ചിയിൽ ഏകദേശം ഒരു 5 ലക്ഷം ആൾക്കാരുണ്ടെന്ന് വെച്ചോളൂ. ഈ 5 ലക്ഷം ആൾക്കാരിലേക്ക് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തുന്നതാണോ നല്ലത്, അതോ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തുന്നതാണോ നല്ലത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. അവിടെയാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് എൻ്റെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ മാത്രം ഹാൻഡ് പിക്ക് ചെയ്തിട്ട് എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാൻ സാധിക്കും. സപ്പോസ് ഞാൻ ഓഫർ ചെയ്യുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഏജ് ഗ്രൂപ്പ് 22 തൊട്ട് 25 വയസ്സിന് ഇടയിലായിരിക്കണം. അതുകൂടാതെ അവർ കൊച്ചിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യുന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് എനിക്ക് ആഡ് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ കോസ്റ്റ് അവിടെ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൂടാതെ തന്നെ നമുക്ക് വരുന്ന ഒരു എൻക്വയറിക്ക് എത്ര രൂപ ചിലവായി, എത്ര ആൾക്കാരിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പോയി, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ,
ഇതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് മെത്തേഡിൽ നല്ല പ്ലാൻ ചെയ്ത് നമ്മുടെ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്താൽ നമുക്ക് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് റിസൾട്ടും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ലീഡ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എൻഷുർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാക്ടിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടാം. പുതിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഓഫ്.